വൈകിട്ടെടുക്കണേ, മുന്നോട്ട് പോകണ്ട. നമ്മളെ ആൾക്കാർ തന്നെ. സൗത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് പ്രോസസ്സ് ചെയ്യുന്നതാണ് കാട്ട്പാടിയിൽ. അങ്ങനെ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാട്ട്പാടിയിൽ വന്നൊരു 3 മാസം ഞാൻ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എനിക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഡൽഹി പോയി. ഡൽഹിയിൽ തന്നെ അവർ ചെന്നൈക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊച്ചിക്ക്, അന്ന് കൊച്ചിയിൽ ബ്രാഞ്ചില്ല, ചെന്നൈക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചെന്നൈ ബേസ് ചെയ്ത് ചെന്നൈ ഞാൻ അവിടുന്ന് കേരളം കവർ ചെയ്തിരുന്നു. കേരള മാർക്കറ്റ് കവർ ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ 79-80 ഞാൻ കേരളത്തിൽ വരുന്നത്. 80 കേരളത്തിൽ വന്ന് കേരളത്തിൽ ഒരുപാട് മാർക്കറ്റ് പ്രോസസ് ഫുഡിൻ്റെ പ്രോഡക്ട്സ് കേരളത്തിൽ നന്നായിട്ട്, അതായത് ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് ഷിപ്പിംഗ്, എയർലൈൻസ് കിച്ചൺ, അതിലേക്ക് കൂടുതലുള്ള റോ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് പ്രോഡക്ട്സ് ആണ്, ക്യാൻഡായിട്ട് ബോട്ടിലായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഉള്ളതിൽ കുറച്ച് നല്ല പ്രോഡക്റ്റുകൾ എനിക്ക് ഓഫർ വന്നു ഡിസ്ട്രിബ്യൂഷനിൽ. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൊറേക്ക സെഗ്മെന്റ് ആണ്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററേഴ്സ്, കഫേ, ഈ ഒരു സെഗ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഹോട്ടൽസിന് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ കമ്പനികളുടെ ഓപ്പർച്യൂണിറ്റീസ്, ഓഫേഴ്സ് കിട്ടാൻ തുടങ്ങി. കുറേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു 50 മോർ ദാൻ 50-60 കമ്പനീസ് ഞങ്ങൾ ഓതറൈസ്ഡ് ചാനൽ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്തു. ഇതിനകത്ത് ഇന്ത്യയിലുള്ളതും ഇമ്പോർട്ടഡും ആയിട്ടുള്ള എല്ലാ ലീഡിങ് ബ്രാൻഡ്സും ഞങ്ങളുടെ സ്റ്റോറിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.